നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി നിഷാമാവിനെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം നിഷാമ. താങ്ക് യു ജിനു മാം. എല്ലാവർക്കും നമസ്കാരം. കൊറോണ പാൻഡമിക് നമ്മുടെ സമൂഹത്തിൽ തീവ്രമായി വ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട്. ഇപ്പോഴും പൂർണ്ണമായി ഒഴിഞ്ഞുപോയിട്ടില്ല. നമ്മൾ ഏവരും വളരെ നിയന്ത്രിതമായ രീതിയിലായിരുന്നു ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലൊക്കെ നമ്മെ ഒരു കുടക്കീഴിലാക്കി ആശങ്കകൾ എല്ലാം അകറ്റി സമാധാനം കണ്ടെത്തുന്നതിനും നമ്മുടെ കൂട്ടായ്മയായ പുനർജനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മൾക്കായി ഒരുക്കി തന്ന രഞ്ജു മാമിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇത്രകാലം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ മാത്രം ഒത്തുകൂടിയിരുന്ന നമ്മൾ ഇന്നിവിടെ നേരിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. വളരെ അതിൻ്റെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. ഇതോടുകൂടി എന്നെ ഇന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്ന ദൗത്യം ഞാൻ നിർവഹിക്കുകയാണ്. പുനർജനി ഇന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഗെറ്റ് ടുഗദറായ സമന്വയം സ്നേഹസംഗമം എന്ന ഗെറ്റ് ടുഗദറിലേക്ക് ഞാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മുടെ വിശിഷ്ട അതിഥികളായ രാഹിൽ മാമിനെയും ഡാലി മാമിനെയും പിന്നെ നമ്മുടെ സ്വന്തം അഹങ്കാരമായ രഞ്ജു മാമിനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അടുത്തതായി ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എൻ്റെ സ്വന്തം സുഹൃത്തുക്കളായ ദീപ്തി മാം, ജിനു മാം, അഞ്ജു മാം, പിന്നെ നമ്മുടെ സബിത മാം, ഡോക്ടർ ദീപ്തി എന്ന് തുടങ്ങിയ എല്ലാ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇവിടെ എന്താ പറയാ സ്വന്തം ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്ന ഫാമിലിയുടെ ഒക്കെ ഹസ്ബൻഡ്സ്, അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും അവരുടെ മെയിൻ പ്രയോറിറ്റി എല്ലാം മാറ്റി വെച്ചിട്ട് ഇവിടെ എത്തിയ ഒക്കെ എല്ലാവർക്കും ഞാൻ സ്നേഹപൂർവ്വം ഇവിടെ സ്വാഗതം ചെയ്യുന്നു.
ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താരാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവിയിൽ വനജനിൽ ജീവബിന്ദുവിൽ അമൃതം തൂകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമിതിൽ അവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഓരോരുത്തർക്കും ഓരോ ദിവസവും ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ അനായാസേന കടന്നു പോകുന്നതിനായിട്ടൊരു ശക്തിയുണ്ട് അല്ലേ? ആ ശക്തി നമ്മളിലേക്ക് ഓരോരുത്തർക്കും പല വിധത്തിലാണ് വരിക. ഇവിടെ നമുക്ക് പുനർജനിയിലുള്ളവർക്ക് എല്ലാവർക്കും ആ ശക്തി ദിവസവും രാവിലെ മനസ്സിന് ഉന്മേഷവും ലക്ഷ്യബോധവും പ്രദാനം ചെയ്തുകൊണ്ട് ഒരു ഉണർത്തുപാട്ടായി വരുന്ന നമ്മുടെ സ്വന്തം മാമിൻ്റെ വാക്കുകളാണ്. എല്ലാവരും ആ വാക്കുകളെ കേട്ടുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസത്തിലൂടെയും കടന്നു പോകുന്നത്. ഇന്ന് നമുക്ക് ആ വാക്കുകളുടെ ആ നിറവ് ശ്രവ്യമാധ്യമങ്ങളുടെ പരിമിതികളൊന്നുമില്ലാതെ നേരിട്ട് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മൾ ഓരോരുത്തരും ഏറെ കൗതുകത്തോടെ ഉത്സാഹത്തോടെ ആഗ്രഹിച്ച് കേൾക്കാനിരിക്കുന്ന മെസ്സേജ് ഓഫ് ദ ഡേ സ്പീച്ചിന് വേണ്ടി നമ്മുടെ സ്വന്തം രഞ്ജു മാമിനെ ഏറെ സ്നേഹത്തോടെ സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു അഞ്ജു. എന്താ പറയേണ്ടതറിയില്ല, അത്രയ്ക്ക് സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്ന്. ഇതുവരെയും ശരിക്കും എത്ര വർഷങ്ങളായിട്ട് എന്നോടൊപ്പമുള്ളവർ ശബ്ദം കൊണ്ട് മാത്രം നമ്മുടെ ഗ്രൂപ്പിലൂടെ മാം എന്ന് പറഞ്ഞിട്ട് സ്വന്തം ദുഃഖങ്ങളാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും ഓടി വന്ന് പറയുന്നവർ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായവർ,
അവരെല്ലാവരെയും കാണുമ്പോഴുള്ള സന്തോഷം എത്രത്തോളമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ദൈവം തന്നൊരു നിയോഗമായി ഞാൻ അതിനെ കരുതുന്നു. പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ ഒരു അവസരത്തിൽ എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞത് എൻ്റെ മാതാപിതാക്കളുടെ ആ ഒരു പുണ്യം കൊണ്ടാകാം. തീർച്ചയായിട്ടും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ നിമിഷം നന്ദി പറയുകയാണ്. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ഗുരുനാഥന്മാരായ എൻ്റെ ഗ്രാൻഡ് പേരൻസ്, അതോ എൻ്റെ പ്രിയപ്പെട്ടവർ, എല്ലാറ്റിനും എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്ത് കാര്യം ചെയ്താലും ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തിയും. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ. അതോടൊപ്പം പുനർജനി എന്ന് പറയുന്നത് ഞാൻ തുടങ്ങി എന്നേ ഉള്ളൂ. പക്ഷെ പുനർജനി ഒരു പ്രസ്ഥാനമാണെന്നോ ഒരു ഓർഗനൈസേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഓരോരുത്തരുടെ മനസ്സിലുമുള്ള നിങ്ങൾ ഓരോരുത്തരുമാണ് പുനർജനി എനിക്ക് തോന്നാറുണ്ട്. നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇവിടെ നിൽക്കുന്ന ഇവരെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഇവരാണ് ഇതെല്ലാം ചെയ്തതുമല്ല. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. റാഹേൽ മാം ശരിക്കും നമ്മുടെ ഗസ്റ്റായിട്ട് വന്ന് മാമിന് ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ചില കാര്യങ്ങൾ വാക്കുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ചില ബന്ധങ്ങളൊക്കെ. അപ്പൊ മാം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. മാം എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട് രഞ്ജു മാമിന്റെ അടുത്ത് ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണ്. ഒരുപാട് നന്ദി മാം, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഡാലി മാം, ഞാൻ കണ്ടിട്ടില്ല, കുറച്ച് നാൾ മുമ്പ് നമ്മുടെ പുനർജനിയുടെ ഭാഗമായതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഡാലി മാം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന വിനയം കൊണ്ട് ഒരുപാട് പേരുടെ മനസ്സിലേക്ക് എങ്ങനെ ഒരാൾക്ക് കടക്കാൻ പറ്റും, അതാണ് എനിക്ക് ഡാലി മാം. ചോദിച്ചാൽ ഒന്നുമില്ല, പക്ഷെ ആരാണ് എന്താണ് ചെയ്യുന്നതെന്ന് ആരോടും പറയാറുമില്ല. അതാണ് ഡാലി മാമിന് എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കാര്യം. സ്നേഹത്തോടെ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും, എനിക്കറിയാം ഈ ഒരു കോവിഡിന്റെ സിറ്റുവേഷനിൽ ഇത്ര ദൂരെ നിന്ന് നിങ്ങൾ വരുമ്പം എത്ര പ്രയാസമുണ്ടാകും. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് വന്നവര് എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ വേണ്ട എന്ന് തീരുമാനിച്ചാൽ മതിയാകും, വീട്ടിൽ സുഖമായിട്ടിരിക്കാം. പക്ഷെ അതെല്ലാം മറികടന്ന് നിങ്ങളിവിടെ എത്തി. അത്ര പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ പുനർജനിയെ കാണുന്നുണ്ട്. ഇതിലെ ഓരോരുത്തരെയും, എന്നെ മാത്രമല്ല എന്നെക്കാട്ടിലും പ്രിയമുള്ളവരാണ് ഇവിടെ ഉള്ളവർ ഓരോരുത്തരും നിങ്ങൾക്ക്. അപ്പൊ ആ കാണാൻ എത്തിയതിന് ഓരോരുത്തർക്കും ഇത്രത്തോളം നന്ദി പറയുകയാണ്. ശരിക്കും നന്ദി മാത്രമേ ഉള്ളൂ ഈ ഒരു നിമിഷം. പിന്നെ പുനർജനിയുടെ വളർച്ചയിൽ ഇന്ന് 5 വർഷത്തോളമായി ഞാൻ ഈ ഒരു മാനസികമായിട്ട് സപ്പോർട്ട് നൽകുക എന്ന ഒരു കടമയുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ നിയോഗമായി ഏറ്റെടുത്ത് ഞാൻ നിൽക്കുന്നത്. അതെനിക്കൊരു ജോലിയല്ല, ദൈവം ഏൽപ്പിച്ച നിയോഗമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നപ്പം ഞാൻ അനുഭവിച്ച വേദനകളിലൂടെ അതിനെ മറികടന്നെത്തിയപ്പം ഇനിയും ആർക്കും ഇങ്ങനെ വേദനിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു കൈത്താങ്ങാകണം. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് അതിനുണ്ടാകണം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് പുനർജനിയിൽ ഒരുപാട് പ്രിയപ്പെട്ട മെന്റേഴ്സ് ഉണ്ട്. എല്ലാവരും മെന്റേഴ്സാണ്, അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവരല്ലേ എല്ലാവരും. നിങ്ങളൊക്കെ അനുഭവിച്ചറിയുന്നതാണ്. ഒരു പ്രശ്നമുണ്ടെങ്കിൽ എന്നോടായിരിക്കില്ല പറയുന്നത്, അവിടെ ഒരുപാട് പേർ നിങ്ങൾക്ക് ആശ്വാസമാകാനുണ്ട്. ഇത് തന്നെയാണ് പുനർജനി. ഒരു കൂട്ടം പ്രിയപ്പെട്ടവർ, അവിടെ ഒരു വ്യത്യാസവും ഇല്ല, ഒരു ഉയർച്ചയോ താഴ്ചയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വേർതിരിവുമല്ല. നമ്മളെല്ലാവരുമാണ് പുനർജനിക്കുകയാണ്. മനസ്സുകൊണ്ട് പുനർജനിക്കണം, ജീവിതം കൊണ്ട് പുനർജനിക്കണം, ഒരു നല്ല നാളേക്കായിട്ട്. അത്ര നന്മയുള്ള മനസ്സുകളാണ് ഇവിടെയുള്ള ഓരോരുത്തരും. അത്രയും സന്തോഷമാണ്. ശരിക്കും ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. കൂടുതൽ ഒന്നും പറയാനില്ല, ഒരുപാട് നന്ദി മാത്രം. അതോടൊപ്പം ഇവിടെ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ക്യാമറ ടീം, മനുവാൻ ടീം, ശരിക്കും നിങ്ങളോടും ഒരുപാട് നന്ദി പറയുന്നു. ഇപ്പം ഇന്നത്തെ ദിവസം നമുക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാക്കി മാറ്റാം. എൻ്റെ പുനർജനിയുടെ വളർച്ചയിൽ എന്നോടൊപ്പം നിന്ന് കുറച്ച് പ്രിയ സൗഹൃദങ്ങളുണ്ട്. തുടക്കം മൊത്തമുണ്ടായിരുന്ന മെന്ററായും ഗൈഡായിട്ടും എന്നെ നയിച്ച സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. എല്ലാവരെയും ഈ മനസ്സുകൊണ്ട് ഈ ഒരു നിമിഷം ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതിന് കാരണക്കാരായ, ഇതൊരു വിജയമാകാൻ കാരണക്കാരായ ഓരോരോ മനസ്സുകൾക്കും, നന്മയുള്ള മനസ്സുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. കൂടുതൽ പറയുന്നില്ല. നമ്മുടെ ഒരു മെസ്സേജ് ഓഫ് ദ ഡേ അത് പറയാനാണല്ലോ എന്നെ വിളിച്ചത്. ശരിക്കും പറയാനൊന്നേ ഉള്ളൂ. അതായത് നമ്മുടെ മനസ്സ് നമ്മളെ കേൾക്കാൻ, ഒരാളോട് നമ്മുടെ മനസ്സിന്റെ സങ്കടം ഒന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ചില നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പൊ നമ്മളെ കേൾക്കാനും ഞാനുണ്ട് കൂടെ എന്ന് പറയാനും ഒരു വാക്ക് പറയാനും ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അതെത്ര ആശ്വാസമാകുമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതുപോലെയുള്ള ഒരുപാട് പേര് നമ്മുടെ ഇവിടെ ഉണ്ട്. അതുപോലെയാകാൻ നിങ്ങൾക്കുമാകും. മറ്റൊരാളെ കേൾക്കാൻ, ഒന്നും പ്രതീക്ഷിക്കാതെ, അത് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. എത്ര പണമുണ്ടെന്നോ, എത്ര സമ്പത്തുണ്ടെന്നോ, പ്രതാപമുണ്ടെന്നോ, പൊസിഷൻ ഉണ്ടെന്നോ പറഞ്ഞാലും മറ്റുള്ളവരുടെ മനസ്സിന് നമുക്കൊരു ആശ്വാസം കൊടുക്കാൻ പറ്റുമെങ്കിൽ വേറൊരു കാര്യവും പ്രതീക്ഷിക്കാതെ
അൺകണ്ടീഷണലി സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ, നന്മ നിറഞ്ഞൊരു ഹൃദയത്തോടു കൂടി എല്ലാറ്റിനെയും കാണാൻ പറ്റുമെങ്കിൽ, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പുണ്യം. അങ്ങനെയാകാൻ നമ്മുടെ പുനർജനയിലെ ഓരോ മനസ്സുകൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ഓൾ. അതോടൊപ്പം ഇന്നത്തെ ദിവസം മറക്കാനാവാത്തൊരു അനുഭവമാക്കാം. സ്നേഹത്തിൻ്റെ കാണാച്ചരടിനാൽ, ആ ഒരു സൗഹൃദം എന്ന് പറയുന്നത് അതല്ലേ, ആ ഒരു കാണാച്ചരട് കൊണ്ട് മനസ്സുകളിൽ ഒരു നല്ലൊരു ദിവസമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു രഞ്ജി മാം. കാണാച്ചരടുകൾ കൊണ്ട് ഒരുമിച്ച് ചേർത്ത് ഒരു മാലയിലെ മുത്തുമഴൽ പോലെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. സന്തോഷം. ഒത്തിരി നന്ദി പറയാൻ തീരാത്ത വാക്കുകൾ വേണം. കാരണം രഞ്ജി മാമൻ ഞങ്ങൾ എത്ര പറഞ്ഞാലും ഒരു കുടുംബം പോലെ, അല്ലെങ്കിൽ ചേച്ചിയെ പോലെ, അല്ലെങ്കിൽ അതിനപ്പുറം ഒരു ബന്ധത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഒരു പ്രോഗ്രാം ഒരിക്കലും ഒരു ഔപചാരികമായ ഒരു പ്രോഗ്രാം അല്ല. എന്നാൽ പോലും നമ്മുടെ 2 ഗസ്റ്റുകളുണ്ട്. നമ്മുടെ ഒരു കൂട്ടായ്മയിൽ നമ്മൾ 2 ഗസ്റ്റുകളുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിന് ആശംസ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ റാഹിൽ മാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കണം. കാരണം ഞാൻ വാക്കുകൾ കൊണ്ട് കേട്ടറിഞ്ഞൊരു വ്യക്തിയാണ്. പിന്നെ ഒരു മീറ്റിംഗ്, ഞങ്ങളുടെ പുനർജനയുടെ ഒരു സംഗമത്തിൽ മാം വന്നു, ഓൺലൈനിൽ വന്ന് സംസാരിച്ച് ഞാൻ പെട്ടെന്ന് ഇത് റാഹിൽ മാം ആണല്ലോ എന്നൊരു ക്യൂരിയോസിറ്റിയോടുകൂടി കേട്ട് പിന്നെ ഞങ്ങൾ പോസ്റ്റിംഗ് കമ്പനിയിൽ വീണ്ടും 2-3 പ്രാവശ്യം ഒന്ന് പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ ഇപ്പോൾ ഒരു നല്ലൊരു ബന്ധം ഉണ്ട്. മാം എന്ന ജേർണലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ വേദിക IAS അക്കാഡമിയുടെ വൈസ് പ്രസിഡന്റ് ആണ്. മാമിനെ വളരെ സ്നേഹത്തോടെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ആശംസ പറയുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സത്യത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം നഷ്ടമാവുമായിരുന്നു. അപ്പം രഞ്ജു മാം പറഞ്ഞത് ശരിയാണ്. ഇന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഒഫീഷ്യലായിട്ടും പേഴ്സണലായിട്ടും ഒക്കെ നടക്കുന്നൊരു ദിവസമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഔപചാരികത ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ഇന്ന് 2 ദിവസം മുമ്പ് ഉമ്മയ്ക്ക് ചെറിയ സുഖമില്ലാതെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അപ്പോൾ ഇതുവരെ ഞങ്ങൾ ആരും ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു പരിചയവും ഇല്ല. ഞാൻ ഇന്ന് വരെ ആരെങ്കിലും കാണാൻ പോകുക എന്നല്ലാതെ അഡ്മിറ്റ് അങ്ങനെ ചെറിയ പ്രഷറും ഷുഗറും ഒക്കെ കുറച്ച് അധികമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ബോഡിയൊക്കെ വീക്കാണ്, അഡ്മിറ്റ് ചെയ്യണമെന്ന്. ഡോക്ടറെ അടുത്ത് എൻ്റെ ഉമ്മ പറഞ്ഞു ഞാൻ നടക്കുന്നില്ലേ, ഞാൻ നിസ്കരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ഇപ്പം ഡിസ്ചാർജ് ചെയ്യണം എന്നെ. അങ്ങനെ അനുസരണ ഇല്ലാതെ അവിടുന്ന് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു മാം ഒരു പരിചയവും ഇല്ലാത്തതുകൊണ്ടാണ്, ക്ഷമിക്കണം. പക്ഷേ ആൾ കുറച്ച് നല്ല വീക്കായിട്ടുണ്ട്, സെൽഫായിട്ട് കാര്യം ചെയ്യും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. എനിക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എൻ്റെ മൂത്ത സിസ്റ്റർ രഞ്ജു മാമിൻ്റെ ഒരു വോയിസ് കേട്ടിട്ട് പറഞ്ഞു എന്ത് തന്നെ ഉണ്ടെങ്കിലും എന്തായാലും പോകണം. അങ്ങനെയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ 1 മണിക്കാണ് എൻ്റെ വീട്ടിൻ്റെ മുൻപിലൂടെ കണ്ണൂരുള്ള ആളുകൾ വണ്ടിയായിട്ട് വരുന്നു, ഞാൻ കയറുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയത് നിങ്ങളുടെ ഓരോരുത്തരുടെ മുഖത്തിലുമുണ്ട് സന്തോഷത്തിൻ്റെ, ആത്മാർത്ഥതയുടെ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒന്നിനും വേണ്ടിയല്ല, അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ഈ നിമിഷം ഇവിടെ ഞാൻ കാണുന്നു, അനുഭവിക്കുന്നു. ഇനി എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം സുമിതയെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. സുമിത നമ്മുടെയൊക്കെ നാളത്തെ വാനമ്പാടിയാണ്, നാളത്തെ ചിത്രയാണ്. ഇത് ഞാൻ പറയാൻ കാരണം മനസ്സ് കേൾക്കുവാനും പറയുവാനും ഒരിടം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് ഇതെല്ലാം നമ്മൾക്ക് ഈ കൂട്ടായ്മയും ഇതുപോലെ വലിയ വലിയ കൂട്ടായ്മകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ചെറിയ ചെറിയ കൂട്ടായ്മകളും വലിയ മനസ്സിൻ്റെ ഉടമകളുമാണ്. വലിയ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെ കാണുന്നതാണ് മനസ്സ് എന്ന് പറയുന്നത്. രഞ്ജു മാമിനോടുള്ള സ്നേഹം മറ്റുള്ളവർ പറഞ്ഞ് അറിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പം ഞാനൊരു 2 വരി സത്യം പറയുകയാണെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വരി പാടണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെ വന്നപ്പം എനിക്ക് ആ വരികൾ പോലും അറിയുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യാം, ഔപചാരികത ഇല്ലല്ലോ അല്ലേ. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി,
പുനർജനിയുടെ നോട്ടവും ശക്തമായ കരങ്ങളും നിങ്ങളുടെ മേലിലൊക്കെ ദർശിച്ചപ്പോൾ അവിടെയാണ് മാറ്റത്തിൻ്റെ ഫസ്റ്റ് മാറ്റൊലി കാണുന്നത് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് സത്യത്തിൽ എനിക്ക് അറിയില്ല, എങ്ങനെയോ ഇവിടുന്ന് രഞ്ജു മാം സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നി എല്ലാവരുടെയും കൈത്താങ്ങാവണം നമ്മൾ ഓരോരുത്തരെന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എപ്പോഴും വിചാരിക്കാറുണ്ട് നിങ്ങളുടെ കൂടെ വന്ന് നിന്നിട്ട് എപ്പോഴും വരണമെന്നും ഞങ്ങൾക്ക് പല പല കാരണങ്ങൾ കൊണ്ട്. കാരണം എനിക്കൊരു വലിയൊരു ഉത്തരവാദിത്തത്തിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ആ കാര്യങ്ങൾ കുറച്ച് റെസ്പോൺസിബിലിറ്റി അധികമുള്ളൊരു കാര്യമുള്ളതുകൊണ്ട് ഞാൻ പറയും, രഞ്ജു മാം, ഞാൻ അതൊന്ന് എന്നെ വിശ്വസിച്ച് വന്ന കുറച്ച് കൂട്ടമായിട്ടുള്ള ആൾക്കാരുണ്ട്. ആ ആൾക്കാരെ ഞാൻ അതിൻ്റെതായ സ്ഥാനത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ വരും. ഇന്ന് വരാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ ബാധ്യതകളും എല്ലാ കാര്യങ്ങളും ഞാൻ തീർത്തു. ഞാൻ എടുത്തു വെച്ച സംരംഭം ഇന്ന് മൾട്ടിനാഷണൽ കമ്പനി ഏറ്റെടുത്തു. 11 സെൻറ്ററുള്ള ഞങ്ങളുടെ സെൻറ്റർ 140 സെൻറ്ററായി. അതോടൊപ്പം അത് ഒരു ഭാഗം. രണ്ടാമത്തത്, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സൗഹൃദമാണ്. ഏറ്റവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പക്ഷേ എന്നോട് ആൾക്കാർ പറയും നിനക്ക് കുട്ടികളില്ലാത്തത് കൊണ്ടാണെന്ന്. ഞാൻ പറയും നിങ്ങൾക്ക് തെറ്റി, എനിക്ക് എല്ലാ കുട്ടികളും എനിക്ക് കുട്ടികളാണ് അല്ലേ. നമുക്കപ്പോൾ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ആരുടെ കുട്ടികളും നമ്മളായിട്ട് ഭയങ്കര ജെല്ലാവും. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനാരെങ്കിലും ഒരു പെയിൻ എടുക്കണം അല്ലേ. അപ്പം ആ പെയിനാണ് ഇവിടെ രഞ്ജു മാമിന് ദൈവം ഒരു ശക്തി കൊടുത്തു, അത് പറഞ്ഞു. പക്ഷെ ആ ശക്തി നിലനിൽക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ രഞ്ജു മാമ ഒന്നുമല്ല, ഞാൻ ഒന്നുമല്ല. അപ്പം നമ്മളുടെ കൂട്ടമാണ്, കൂട്ടായ്മയാണ് നമ്മളുടെ എല്ലാവരുടെയും ശക്തി. അപ്പോൾ ഞാനിതൊക്കെ ഹൃദയത്തിൽ നിന്നെടുത്ത വാക്കുകളാണ്. നിങ്ങൾക്കത് എൻ്റെ കണ്ണിൽ കൂടി നോക്കുമ്പോഴും മനസ്സിലാവും. ഈ പുനർജനിയുടെ ഇന്നത്തെ എൻ്റെ ഔപചാരികത കർമ്മം എന്ന് പറയുന്നത് ആശംസകൾ അർപ്പിക്കുകയാണെങ്കിലും ഒറ്റ വാക്കിൽ ഞാൻ എല്ലാവരോടും പറയുന്നു, നമ്മളെല്ലാവരും ഒന്ന്, നമുക്കൊന്നിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാം. എൻ്റെ എല്ലാവിധ ആശംസകളും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഇത് വളരട്ടെ, വാനോളം വളരട്ടെ, എല്ലാവർക്കും താങ്ങും തണലും സന്തോഷവുമായിട്ട് ഈ പ്രസ്ഥാനം അങ്ങ് എല്ലാ സ്ഥലങ്ങളും ഗ്രാമങ്ങൾ തുടങ്ങി ദൂരവിദേശ രാജ്യങ്ങളിൽ എല്ലാ ആൾക്കാർക്കും ആശ്വാസമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രോത്സാഹിപ്പിക്കുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾ. കാരണം പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഉള്ളിൽ ഇത് ഇന്ന് നിൽക്കുന്നതല്ല, ഞങ്ങളുടെ ജീവിതകാലം മൊത്തം ലാസ്റ്റ് വരെ ഇത് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ആശംസ പറയാനെത്തിയിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒത്തിരി പരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാഡമാണ്. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, രഞ്ജു മാമിൻ്റെ വാക്കുകൾ എളിമയുടെ പര്യായം എന്നാണ് പറയാറുള്ളത്. ആ വാക്കുകൾ കേട്ടിട്ടാണ് ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നിർമ്മല കോളേജ് ആർട്സ് ആൻഡ് സയൻസ്, നിർമ്മല കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, നിർമ്മല കോളേജ് ഓഫ് ഫാർമസി, അങ്ങനെ ഒത്തിരി കോളേജുകളുടെ മാനേജറായിരിക്കുന്ന നമ്മുടെ ഡാലി മാമിനെ വളരെ സ്നേഹത്തോടെ നമുക്ക് ആശംസ പറയാൻ വേണ്ടി വിളിക്കുന്നു. സ്വാഗതം മാം. A very good morning to all of you. ഞാനിവിടെ ആയിരിക്കുന്നത് ഒത്തിരി സന്തോഷത്തിലാണ്. ഗ്രൂപ്പുകളിൽ കണ്ട ഫോട്ടോസ് എല്ലാവരുടെയും അത് നേരിട്ട് കാണാമെന്ന് പറയുന്നത് വലിയ വലിയ സന്തോഷം. എന്നെ പുനർജനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് രൂപ മിസ്സാണ്. രൂപ മിസ് വഴി വന്നതിൽ ഞാൻ രൂപ മിസ്സിന് തന്നെ കുറേ താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. രഞ്ജു മാമിൻ്റെ കഴിഞ്ഞ ജാനുവരിയിൽ ഓൾമോസ്റ്റ് 1 year ആണ്. കഴിഞ്ഞ ജാനുവരിയിലാണ് മാജിക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു കോഴ്സ് വാട്സാപ്പ് പ്രോഗ്രാം കൂടിയിട്ടാണ് ഞാൻ ഈ പുനർജനിയുടെ ഭാഗമായത്. അങ്ങനെ തുടങ്ങി വെച്ച് പിന്നെ എൻ്റെ മോൻ 12 years ആയിട്ടില്ല, അത് ഇളയ മോനാണ് കേട്ടോ. ആ മോന് ട്രാൻസ്ഫോർമേഷൻ വേർഷൻ 2 എന്ന് പറഞ്ഞ് പുനർജനി തന്നെ ഒത്തിരി കോഴ്സുകൾ കുട്ടികൾക്ക് വേണ്ടി നടത്തി. അതിൽ മോൻ ഒത്തിരി ഉപകാരപ്പെട്ടു. സബി ആയിരുന്നു അതിൻ്റെ മെൻറ്റർ. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് സബിയുടെ പേഷ്യൻസും കുട്ടികളെ അറ്റൻഡ് ചെയ്യുന്ന രീതിയൊക്കെ കണ്ടിട്ട്. അങ്ങനെ മോൻ കൂടുതൽ മെച്യൂർഡ് ആയിട്ട് എനിക്ക് ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തോന്നി. അങ്ങനെ പുനർജനിയിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങളും നന്മകളും ആസ്വദിച്ച് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കുറേ സെഷൻസ്, പല ഡോക്ടേഴ്സിൻ്റെ സെഷൻസ്,
ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയായിട്ട് എനിക്ക് തോന്നുന്നു രഞ്ജു മാം എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് പുനർജനി മെമ്പേഴ്സിന് കൊടുക്കണം എന്ന് ആലോചിച്ചാന്ന് തോന്നുന്നു എഴുന്നേൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി നന്മകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അല്ലേ, എല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും എല്ലാം പ്രോബ്ലംസ് ഉണ്ട്. എല്ലാവർക്കും എനി ബിസിനസ് പീപ്പിൾ, എനി കോർപ്പറേറ്റ് ഓർ വർക്കിംഗ് പീപ്പിൾ അല്ലെങ്കിൽ ഹൗസ് വൈഫ്, എല്ലാവർക്കും അവരുടേതായ പ്രോബ്ലംസ് ഉണ്ട്. ആൻഡ് നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഇൻഡിവിജ്വൽ ആങ്സൈറ്റീസ്, വറീസ് എല്ലാം ഉണ്ട്. അതില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല അല്ലേ. എല്ലാവർക്കും അവരുടേതായ പ്രോബ്ലം ഉണ്ട്. ഓൺലി ദ ഫ്ലേവർ ഈസ് ഡിഫറെൻറ്റ്. എല്ലാവർക്കും കിട്ടുന്ന രീതികളും തരണം ചെയ്യുന്ന രീതികളും ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് എവറിബഡി ഈസ് സബ്ജക്റ്റ് ടു പ്രോബ്ലംസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആകെ ചെയ്യാനുള്ളതായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറ് നമുക്ക് കുറച്ചും കൂടെ ഹാപ്പിയർ ആക്കാം നമ്മുടെ ലൈഫ്. അത് നമ്മുടെ കയ്യിലാണല്ലോ. ഹാപ്പിനെസ് ഈസ് ആർ ചോയ്സ് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹാപ്പിയർ ആക്കാൻ പറ്റും നമ്മുടെ ലൈഫ്. അതിന് പുനർജനി ഒത്തിരി സഹായിക്കുന്നുണ്ട്. ആ ഒരു ഹാപ്പി ലൈഫിലേക്ക് പോകാനായിട്ട് നമ്മളെ പല രീതിയിൽ പുനർജനി നയിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ മാരീഡ് ലൈഫിലേക്ക് വന്നേ പിന്നെ നല്ല ഒരു തിരക്കിട്ട ജീവിതം, പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന മക്കളെ എല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യാൻ ഇഷ്ടമായിരുന്നത്. അപ്പോൾ കുളിപ്പിക്കില്ല, പഠിപ്പിക്കില്ല, ഉറക്കില്ല, അങ്ങനെ ഉള്ള തിരക്കുകളൊക്കെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ. അപ്പോഴും രാത്രിയിൽ മക്കളുടെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം കേട്ടുകൊടുങ്ങി പിന്നെ എല്ലാ ദിവസവും കഥ കേൾക്കാതെ ഉറങ്ങില്ല എന്നുള്ളൊരു രീതിയായി. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും റെഡിമെയ്ഡ് കഥകളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ ഉണ്ടാക്കി കഥകളൊക്കെ പറയും. അപ്പോൾ ആ കഥകൾ പറയുന്നത് പലപ്പോഴും നമ്മൾ അന്ന് കണ്ടതും കേട്ടതുമായിട്ടാണ്. ഞാൻ എഡ്യൂക്കേഷൻ ഫീൽഡിലാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പഠിപ്പിക്കുകയും കുട്ടികളിലൊക്കെ കുറച്ച് സെഷൻസൊക്കെ എടുത്തു കൊടുക്കും, അങ്ങനത്തെ രീതികളായിരുന്നു. അപ്പോൾ അവിടെ കണ്ട കുട്ടികളുടെ അനുഭവങ്ങളൊക്കെ കഥയാക്കി പറഞ്ഞു കൊടുക്കും. അത് എപ്പോഴും കഥയിൽ വരുന്ന അൾട്ടിമേറ്റ് കാര്യം എന്ന് പറയുന്നത് വളരെ സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച് വന്ന ശേഷം, അതായത് അച്ഛനൊന്നെങ്കിൽ ഇങ്ങനെ കുടിച്ച് അങ്ങനെയുള്ള കുട്ടികളും ഉണ്ടല്ലോ, അവിടുത്തെ അനുഭവങ്ങളൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്ത് പറയുമ്പോൾ ചെറുപ്പത്തിൽ നല്ല ഇതൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് എങ്കിലും നല്ലോണം അധ്വാനിച്ച് രാവിലെയൊക്കെ എഴുന്നേറ്റ് പഠിച്ച് പിന്നെ നല്ല കുട്ടികളായ കഥയും അവർ പേരൻസിനെ നോക്കിയ കഥയും അങ്ങനത്തെ കുറേ കഥകളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി പറയുക. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അവരെവിടെയെങ്കിലും പോയി കാണാതെ പോരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വേറൊരു കുട്ടീനെ വെച്ചിട്ട് കാണാതെ പോയ കഥ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് കഥകൾ ഉണ്ടാക്കി പറഞ്ഞിരുന്നത്. ഞാനിതിവിടെ പറയാൻ കാരണം അതുകൊണ്ട് വലിയ ഉപകാരമുള്ളതായിട്ടൊന്നും അന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് ഉറങ്ങണം പിള്ളേർ പറയുന്ന കാരണം പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം എൻ്റെ മൂത്ത മോന് 23 വയസ്സ്, മോൾക്ക് 21 വയസ്സ്. അപ്പോൾ മോൾ ഇടയ്ക്കിടയ്ക്ക് പറയും അമ്മയുടെ പണ്ടത്തെ കഥകളൊക്കെ കുറേയൊക്കെ ഉണ്ടാക്കി പറയുന്നത് എനിക്ക് അറിയാമായിരുന്നു, പക്ഷേ അതൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എനിക്കതൊക്കെ ഒരു മോട്ടിവേഷനായിട്ട് എൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ മോള് കൂടുതൽ സോഷ്യൽ സർവീസ്, സോഷ്യൽ വർക്ക് അങ്ങനത്തെ ജോബ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ എല്ലാ യങ്സ്റ്റർ അധികം പേരും, ഞാൻ 50 ഇയേഴ്സ് കഴിഞ്ഞു. അപ്പോൾ പലരും വളരെ ചെറിയ ജീവിതങ്ങൾ, ചെറിയ ചെറിയ മക്കളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചു എന്നുള്ളൂ. അന്നൊക്കെ ഞങ്ങൾ അറിയാണ്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് വലിയ വലിയ അനുഗ്രഹം. ഈ ഒരു പ്രായത്തിൽ തന്നെ പുനർജീവനയുടെ ഭാഗമാവാൻ പറ്റി. നല്ല നല്ല കുറേ കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നു. ഞങ്ങൾക്കന്ന് ഇങ്ങനെയൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല. അപ്പോൾ ഈ കഥകൾ പറയുന്നതും നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ മക്കളായിട്ട് ഷെയർ ചെയ്യുന്നതും ഒക്കെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. വലിയ നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ജനറേഷനെ വളർത്തെടുക്കാൻ പറ്റും പുനർജനിയുടെ ഭാഗമായിട്ട് തന്നെ. അപ്പോൾ അങ്ങനെ തിരക്കിട്ട ഒരു ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നമുക്കറിയാം മോന് 12ാം ക്ലാസ്സിലും മോന് 10ാം ക്ലാസ്സിലൊക്കെ ആയി. അപ്പോൾ എനിക്ക് അടുത്ത ഗിഫ്റ്റ് തന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. പക്ഷെ നമ്മുടെ പ്രായമൊക്കെ മാറിയല്ലോ, അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ആളെ വളർത്തിക്കൊണ്ട് വരാനൊക്കെ കൂടുതൽ പ്രശ്നങ്ങളും എനിക്ക് ആരോഗ്യപരമായിട്ടൊക്കെ വൈകുന്നേരം വന്നാൽ കൂടുതൽ ക്ഷീണവും അങ്ങനെയൊക്കെയാണ്. എങ്കിലും അത് പിന്നീട് തോന്നി എനിക്ക് നമ്മളൊന്നും കൂടെ ആക്റ്റീവ് ആക്കാനൊക്കെയാണ്. എങ്കിലും ഒറ്റയ്ക്കുള്ള സമയങ്ങൾ കിട്ടില്ല. അന്നും ഇത്തിരി പ്രായമായി വരുമ്പോൾ സാധാരണ ആഫ്റ്റർ 40 കുറച്ച് സമയം കൂടുതൽ കിട്ടുന്ന എല്ലാവരും പറയും. അപ്പോൾ മോൻ ചെറുതായിട്ട് വന്ന കാരണം അപ്പോഴും കുറച്ച് തിരക്കിലായി. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം യൂത്തിനോട് സംസാരിക്കുക, അവരെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യുക, അവരുടെ പ്രോബ്ലംസ് കേൾക്കുക, ഇങ്ങനത്തെയൊക്കെയാണ്. കോളേജിലായാലും രൂപ മിസ്സായിട്ട് കൂടുതൽ അടുക്കാനും കാരണം അതാ. പല ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും പേഴ്സണൽ റിലേഷൻഷിപ്പുകൾ വളരെ കുറവ് പേരേ ഉള്ളൂ. അപ്പോൾ രൂപ മിസ്സിൻ്റെയും ഒരു രീതി അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്കും കൂടുതൽ സോഷ്യൽ സർവീസ് അങ്ങനെ കുട്ടികളെ അറ്റൻഡ് ചെയ്യലേക്കാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ വളർന്നു വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടും.
അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ കൂടിയപ്പം എന്നെ ഇഷ്ടമുള്ളത് ചെയ്യാൻ അധികം സമയം കിട്ടുന്നില്ല. അഡ്മിനിസ്ട്രേഷനും ഇഷ്യൂസ് സോൾവ് ചെയ്യലൊക്കെയാണ് കൂടുതലും. അപ്പോൾ നമ്മുടെ മനസ്സിനൊരു മടുപ്പ് വന്നു തുടങ്ങും, എനിക്ക് മടുപ്പ് വന്നു തുടങ്ങി. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ലൈഫിൽ എന്താ ഒരു മീനിങ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലല്ലോ, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് തുടങ്ങിയ ഒരു സമയം. ഞാൻ അതിന് ഇവിടെ ഒരു എക്സാമ്പിൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഒരു കുട്ടി ആളുടെ അപ്പനോട് ചോദിച്ചു, എന്താ എൻ്റെ ലൈഫിൻ്റെ വാല്യൂ എന്താ? സോ അപ്പനൊന്നും ഉത്തരവൊന്നും പറഞ്ഞില്ല. ഹി ഗേവ് എ സ്റ്റോൺ ആൻഡ് ആസ്ക്ഡ് ഹിം ടു സെൽ ദാറ്റ്. അപ്പോൾ ആളിങ്ങനെ നടന്നു, മാർക്കറ്റിലേക്ക് നടന്നു, പോണ വഴിക്ക് ഒരു സ്ത്രീനെ കണ്ടു. ആ സ്ത്രീനെ ഈ സ്റ്റോൺ കാണിച്ചു കൊടുത്തു. അപ്പോൾ സ്ത്രീ പറഞ്ഞു, ഓ എനിക്കിത് വളരെ ഇഷ്ടമായി, എനിക്ക് എൻ്റെ വീട്ടിൽ ഇത് വെക്കണം എന്നുണ്ട്, അപ്പോൾ എനിക്ക് തരാമോ? അപ്പോൾ മോനോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര് സ്റ്റോൺ വേണമെന്ന് പറഞ്ഞാലും ജസ്റ്റ് കൈ ഉയർത്തി ഇങ്ങനെ കാണിച്ചേക്കണം, ഒന്നും പറയണ്ടായിരുന്നു. അപ്പം മോനെ കാണിച്ചു കൊടുത്തു, ഇങ്ങനെ കാണിച്ചു. അപ്പം ഷീ സെഡ്, ഞാൻ $2 തരാം, എനിക്ക് സ്റ്റോൺ തന്നോളൂ, എനിക്ക് വലിയ ഇഷ്ടമായി. അപ്പം മോൻ പറഞ്ഞു, ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. മോൻ തിരിച്ചു ചെന്നു അച്ഛനോട് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, ശരി മോന്, ഇനി ഒരു സ്ഥലത്തും കൂടെ പോകണം, മാർക്കറ്റ് പ്ലേസിലേക്കാണ് പോകേണ്ടത്, അവിടെ ഷോപ്പൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊരു പ്രഷ്യസ് സ്റ്റോൺ വിൽക്കുന്ന ഷോപ്പായിരുന്നു. അപ്പോൾ മോൻ അങ്ങോട്ട് പോയി അവിടുത്തെ ഷോപ്പ് കീപ്പറെ കാണിച്ചു കൊടുത്തു സ്റ്റോണ്. അപ്പോൾ ഷോപ്പ് കീപ്പർക്ക് അത് വലിയ ഇഷ്ടമായി. ഇറ്റ് വാസ് ഒരു ആൻറ്റിക് സാധനങ്ങളൊക്കെ വെക്കുന്ന, ഇങ്ങനത്തെ സ്റ്റോൺസ് ഒക്കെ വെക്കുന്ന ഒരു കടയായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞു, എനിക്ക് ഈ സ്റ്റോൺ വളരെ ഇഷ്ടമായി, ഐ പേ യു $200. കൊച്ചിങ്ങനെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഐ പേ യു $200. ഈ കുട്ടി തന്നെ ഭയങ്കര സർപ്രൈസ്ഡായി. ഇങ്ങനെ 2 കാണിച്ചപ്പോൾ ആദ്യം $2 പറഞ്ഞു, ഇപ്പോൾ $200. ഓടി അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, $200 തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ലാസ്റ്റായിട്ട് ഒരു സ്ഥലത്തും കൂടെ പോകാനുണ്ട്, അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അവിടേക്ക് പോകണം, അവിടെ പോയി അവിടുത്തെ മാനേജറെയും കൂടെ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നു മാനേജറെ കാണിച്ചു. അപ്പോൾ മാനേജറിന് ഭയങ്കര സന്തോഷം. അയാൾ പറഞ്ഞു, എങ്ങനെയാണ് എവിടുന്ന് ഈ സ്റ്റോൺ കിട്ടിയത്? ഇത് അങ്ങനെ. അപ്പം മോനത് അച്ഛൻ തന്നതാ, ഇതെനിക്ക് തരാമോ? ഐ പേ യു $2,000. മോനിങ്ങനെ എത്രയും വിലാന്ന് ചോദിച്ച് ഇങ്ങനെ കാണിച്ചപ്പോൾ ഐ പേ യു $2,000. കുട്ടിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അല്ലേ. കുട്ടി ഓടി അച്ഛൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇവിടെ ചെന്നപ്പോൾ $2,000 പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി ഞാനിതിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്താ ജീവിതത്തിൻ്റെ വാല്യൂ എന്ന് എന്നോട് ചോദിച്ചേ. അപ്പോൾ അതിന് മോന് തന്നെ ഉത്തരം കിട്ടി. നീ നിൻ്റെ ജീവിതം എവിടെ പ്ലേസ് ചെയ്യുന്നു, നിന്നെ എങ്ങനെ പൊസിഷൻ ചെയ്യുന്നു, നീ ഏത് രീതിയിലാണ് നിന്നെ ക്യാരി ചെയ്യുന്നത്, അതാണ് നിൻ്റെ വാല്യൂ ആവാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് കുറേ കൺഫ്യൂഷൻസൊക്കെ വന്ന് കുറച്ച് ഭാരപ്പെട്ടിരിക്കുന്ന സമയം, അപ്പോൾ എനിക്ക് നല്ലൊരു പ്ലേസ് കിട്ടി എന്നെ താങ്ങാനായിട്ട്. അതാണ് എൻ്റെ പുനർജനി ഗ്രൂപ്പ്. ഐ ആം ഹാപ്പി ടു ഓപ്പൺ പുനർജനി ഗ്രൂപ്പ്. എല്ലാ ദിവസവും നല്ല പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ്, നല്ല ഷെയറിങ്, എന്ത് രസമായിട്ട് എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ചെറിയ വിഷമം പറഞ്ഞാൽ ഒരു 10 പേര് മെസ്സേജ് ഇടും, ഓ എന്താ അതിനൊരു പ്രോബ്ലം ഇല്ല, ഞാൻ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള ഗ്രൂപ്പ്. പിന്നെ രഞ്ജു മാമിൻ്റെ ആ ഒരു സൂത്തിങ് കാം, ആ സ്വീറ്റ് വോയിസിലുള്ള മെഡിറ്റേഷൻസ്, അത് കേട്ടാണ് ആദ്യമായിട്ട് മെഡിറ്റേഷൻ തുടങ്ങുന്നത്. അപ്പോൾ ആ മെഡിറ്റേഷൻ തുടങ്ങി കുറച്ച് നാളുകൾ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് വന്നപ്പോൾ എനിക്കും നമുക്ക് കുറച്ച് നേരം മെഡിറ്റേഷനിലേക്ക് പോയാൽ നല്ല ഇൻസൈറ്റ്സ് കിട്ടൂലേ. അപ്പോൾ അങ്ങനെയാണ് ലൈഫിൽ കുറച്ചും കൂടെ സന്തോഷമായിട്ട് ഇടപെട്ട് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് കാര്യം സന്തോഷം ഇല്ലായിരുന്നു എന്നല്ല, പക്ഷെ ഉള്ളിൽ നിന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, എല്ലാവരോടും സ്നേഹം തോന്നുന്ന ഒരു സന്തോഷം, അത് വേറൊരു സന്തോഷമാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കണ്ടാലും ഭയങ്കര സ്നേഹം തോന്നും. ആ ഒരു സന്തോഷം എനിക്ക് രഞ്ജു മാമിൻ്റെ ഒരു ഗൈഡൻസിൽ മെഡിറ്റേഷൻസ് തുടങ്ങി. ആ മെഡിറ്റേഷൻ പിന്നെ പറഞ്ഞ കുറേ ബുക്സൊക്കെ ഞാൻ വായിച്ചു. അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ആ മെഡിറ്റേഷനിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോകാൻ പറ്റി. അപ്പോൾ നമ്മുടെ എല്ലാ റിലീജിയസ് ലീഡേഴ്സും, ഇപ്പോൾ ജീസസ്, മങ്സ്, സന്യാസീസ് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ, നമുക്ക് നമ്മുടെ വേർഡ്ലി ആയിട്ടുള്ള ആങ്കർ, ഗ്രീഡ്, ജലസി, ഇതൊക്കെ ഇഫ് യു ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് ഓൾ ദീസ് തിങ്സ് വിൽ ബി മോർ അറ്റ് പീസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലവ്, ട്രസ്റ്റ്, ട്രൂത്ത്ഫുൾനെസ്, സെൽഫ് കൺട്രോൾ, ഇതൊക്കെയാണ് നമ്മുടെ സ്പിരിച്വൽ ക്വാളിറ്റീസ് അല്ലേ. ഇതൊക്കെ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് ഉള്ളിൽ നിന്നുള്ള സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ ഒഴുകുന്നതാണല്ലോ. സ്വാമി വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമുക്ക് ഈ സ്പിരിച്വൽ ക്വാളിറ്റീസ് നമ്മൾ വളർത്തിയെടുത്താൽ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഉള്ളിൽ നമുക്ക് പീസ്, വി വിൽ ബി അറ്റ് പീസ്, സമാധാനം നന്നായിട്ട് അനുഭവിക്കാം. ആൻഡ് വെൻ വി ഓപ്പൺ അവർ ഐസ് വിൽ ആസ്ക് ദ വേൾഡ് വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു. അതാണ് നമ്മളുടെ ആ സ്പിരിച്വൽ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ വലിയ ഗുണം. നമ്മൾ ലോകത്തെ ആരെ കാണുമ്പോഴൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നുന്നത്, എനിക്ക് എങ്ങനെ ഉപകാരപ്പെടാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും.
അതേസമയം നമ്മൾ ആങ്കർ നമ്മുടെ കുറച്ച് വേൾഡ്ലി ആയിട്ടുള്ള അതിൽ കുറച്ച് പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര പീസ് കിട്ടില്ല. ആൻഡ് വെൻ വി ഓപ്പൺ അവർ ഐസ് വി ഓൾവേസ് തിങ്ക് ഓഫ് വാട്ട് ഐ ക്യാൻ ഗെറ്റ്, ഐ വാണ്ട് ദിസ്, ഐ വാണ്ട് ദാറ്റ്, അങ്ങനെ അല്ലേ. അപ്പോൾ അതൊക്കെ റിയലൈസേഷൻ വന്നത് ത്രൂ മെഡിറ്റേഷൻ, ത്രൂ ദീസ് പോസിറ്റീവ് തോട്ട്സ് ആൻഡ് ത്രൂ റീഡിങ്. ഇതൊക്കെ വന്നപ്പോൾ എനിക്കത് കുറച്ച് വളരെ അനുഭവമായി. അതിലൊക്കെ ഞാനിപ്പോൾ വളരെ സന്തോഷിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഓരോ ദിവസവും എനിക്കിപ്പോൾ നല്ലൊരു സന്തോഷമാണ്, എൻജോയ്മെൻ്റാണ്. പണ്ടത്തെ ഓരോ സാഹചര്യത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷം തരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തുടക്കം ഇട്ടത് പിന്നെ ഞാൻ പറയുകയാണ് നമ്മുടെ രഞ്ജു മാമാണ്. രഞ്ജു മാമിൻ്റെ വോയിസും ടോക്സും ഒക്കെ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനൊത്തിരി നന്ദി പറയുന്നു. ഇപ്പോൾ ഒരു അന്നം അമൃതം തുടങ്ങി വെച്ചിട്ടുണ്ട്, പുതിയ വെഞ്ചേഴ്സ്. നമുക്കെല്ലാവർക്കും അതിൻ്റെ പാർട്ടാവാനായിട്ട് സന്തോഷമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനും അങ്ങനെ വളരെ സന്തോഷമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് അവിടെ കുട്ടികളോടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഞാനും പറയാറുണ്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പരസ്പരം സഹായിക്കാനൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഐ എം വെരി വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഇതിൽ എനിക്ക് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു വെക്കാൻ, ഇവിടെ ഫെലിസിറ്റേറ്റ് ചെയ്യാനായിട്ട് രഞ്ജു മാം ഫെലിസിറ്റേഷൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ, പ്രത്യേകം എത്തണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു എന്ത് പറയണം. അപ്പോൾ രാഹുൽ മാം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എല്ലാവരും എന്തായാലും നമ്മളെ കേൾക്കാൻ കുറച്ച് സമയം എടുക്കുന്നു. അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാവണ്ടേ. അപ്പോൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ എന്നെ നയിക്കുന്ന രണ്ട് വചനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഒരു സ്വാമി പ്രിയാനന്ദ പറയുന്നതാണ്. When we can add divinity to our human relations, നമ്മുടെ ബന്ധങ്ങൾക്ക് ആ ഒരു ഡിവിനിറ്റി ആഡ് ചെയ്യുക. അപ്പോൾ ഓരോരുത്തരിലും ദൈവത്തെ കാണും, എല്ലാവരിലേക്കും ഉണ്ടല്ലേ ആ ഒരു ആത്മാവ് സ്പ്രെഡ് ചെയ്ത്, അങ്ങനെയാണ് നമ്മളെല്ലാവരും ഒരേ ഇതിലായി പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ ഹസ്ബൻഡ്, പിള്ളേർ, അങ്ങനെ എല്ലാവരിലും നമ്മൾ ദൈവത്തെ കാണാൻ സാധിക്കുന്നത്. അതാണ് അതിലേക്കൊക്കെ എത്താൻ കുറേ കാലം ഇനിയും പിടിക്കും. അപ്പോൾ അത് ആൻഡ് ഹ്യൂമനൈസ് യുവർ ഡിവിനിറ്റി, ഡിവൈൻ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിൽ നമ്മുടെ അച്ഛനെ കാണാം, ഫ്രണ്ടിനെ കാണാം. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചോദിച്ചും പറഞ്ഞും ചെയ്തു പോകാവുന്നൊരു രീതി, അതൊക്കെയാണ് നമ്മുടെ ആത്മജ്ഞാനം നേടിയവരൊക്കെ കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പം അതിലേക്കൊക്കെ എത്തി ഇനിയും കുറേ യാത്ര ചെയ്യണം. എങ്കിലും അങ്ങനെ ഒരു രീതിയിലേക്ക് എന്നെ തന്നെ തിരിഞ്ഞു നോക്കാൻ സഹായിച്ച, ഒത്തിരി ഹെൽപ്പ് ചെയ്ത രഞ്ജു മാമിനും പുനർജനിക്കും ഒത്തിരി സന്തോഷം, ഒത്തിരി നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പലരും എന്നെപ്പോലെ ഹൗസ് വൈഫ്സായിട്ടും പ്രൊഫഷണലിലൊക്കെ മടുത്ത് എന്ത് ചെയ്യണം ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ട് ഇടയ്ക്കെങ്കിലൊക്കെ ഉണ്ടായിട്ടായിരിക്കണം പുനർജനിയിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അവർക്കൊക്കെ അങ്ങനത്തെ ഇനിയും ഒത്തിരി ലേഡീസിന്, എനിക്ക് ഒത്തിരി പേരെ അറിയാം അങ്ങനെ സ്വന്തമായിട്ട് സമയം കണ്ടെത്തി സന്തോഷിക്കാൻ പറ്റാതെ ഒരു ബുദ്ധിമുട്ടിൽ ഭയങ്കര സ്ട്രഗിളായിട്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് പണ്ടുള്ള രീതികളിലൊക്കെ ഇപ്പോഴും ഫ്രീഡം കിട്ടാത്ത കുറേ ലേഡീസൊക്കെ ഉണ്ട്. ഭയങ്കര സ്ട്രിക്റ്റ് അറ്റ്മോസ്ഫിയറിൽ അവരുടെ മാരീഡ് ലൈഫ് ലീഡ് ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ളവരെയൊക്കെ പലരെയും ഇതിലേക്ക് നയിക്കാൻ പറ്റട്ടെ. ഒത്തിരി പേർക്ക് അങ്ങനെ ഒരു ഫ്രീഡവും അവരുടെ പാഷൻ ഫോളോ ചെയ്യാനും ഇതുപോലെ മെഡിറ്റേഷനിലൂടെ പവറൊക്കെ എടുക്കാനും ഒക്കെ പറ്റട്ടെ. ബിക്കോസ് ദർ ഇസ് നോ പെർഫെക്റ്റ് ലൈഫ് ആസ് വി ഓൾ നോ. നമ്മൾ ഇപ്പം ഞാൻ എവിടെ ഇരിക്കുന്നു, നിങ്ങളവിടെ ഇരിക്കുന്നു, നമ്മുടെ ഈ പ്രൊഫഷണൽ ലൈഫ് നല്ലോണം കൊണ്ടുപോവുക. നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡ് വേണം. അപ്പോൾ അങ്ങനത്തെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കണം, ആൻഡ് ഹീ ഷുഡ് ലുക്ക് ആഫ്റ്റർ അവർ ബേബി, ഹീ ഷുഡ് ബ്രിങ് ഗുഡ് ഇൻകം ഹോം, ആൻഡ് ഹീ ഷുഡ് നോട്ട് ഫൈറ്റ്, ഹീ ഷുഡ് നോട്ട് ക്വാറൽ, ഹീ ഷുഡ് നോട്ട് സ്കോൾഡ്, അല്ലേ. ഇങ്ങനെ കുറേ പ്രതീക്ഷകളൊക്കെയാണ്. ആൻഡ് വി ഓൾ നോ സച്ച് എ ഹസ്ബൻഡ് ഡസൻറ്റ് എക്സിസ്റ്റ്, അല്ലേ. ലോകത്തില്ല അങ്ങനത്തെ ഒരാൾ. സോ പെർഫെക്റ്റ് വി കനോട്ട് എക്സ്പെക്ട്. അപ്പോൾ പക്ഷേ ഉള്ളവരെയൊക്കെ നല്ലോണം മനസ്സിലാക്കി സ്നേഹിച്ചൊക്കെ പോവാനായിട്ട് നമുക്ക് പറ്റട്ടെ. ഇപ്പോൾ മാം പറഞ്ഞ പോലെ പലരിലേക്ക് നമ്മളുടെ ഈ ഒരു നോളജൊക്കെ പകർത്താൻ പറ്റും. ഇപ്പോഴത്തെ പണ്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു, ഇപ്പോൾ കേൾക്കുന്നതൊക്കെ ഡൈവേഴ്സ് അറ്റ് ഫസ്റ്റ് ഫൈറ്റാണ്, അല്ലേ. എല്ലാവരും നോക്കി പോലെയാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റട്ടെ. അപ്പം ഒരിക്കൽ കൂടി ഒത്തിരി നന്ദി. രഞ്ജു മാമിൻ്റെ നന്മകളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട് അതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ. ഇത്രയും പേര് ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നതിലും ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ താങ്ക് യു വെരി മച്ച്. ആൻഡ് ഓൾ മൈ ബെസ്റ്റ് വിഷസ് ആൻഡ് പ്രേയേഴ്സ് ഫോർ ഓൾ ഫ്യൂച്ചർ വെഞ്ചേഴ്സ് ഓഫ് പുനർജനി. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. കാരണം സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഇത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിച്ചത്. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.
പുനർജനി എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് പുനർജനി. നമ്മുടെ ജീവിതത്തിൻ്റെ പാട്ടാണ് പുനർജനി. നമ്മുടെ പുനർജനി എന്ന് പറയുന്നത് നമ്മുടെ തന്നെയാണ്. അപ്പോൾ അടുത്തതായിട്ട് പുനർജനിയുടെ ഒരു തീം സോങ് ലോഞ്ച് ചെയ്യുകയാണ്. അതിന് ഞാൻ ബഹുമാനത്തോടുകൂടി ഡാലി മാമിനെ ക്ഷണിക്കുന്നു, ഒപ്പം രഞ്ജു മാം. അതിൻ്റെ സ്വിച്ച് ഓൺ ഓപ്പൺ ചെയ്യാനായിട്ട് സുമിത മാമിനെ ആദരവോടെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ചെറിയൊരു സ്നേഹാദരം ഞങ്ങളുടെ കയ്യിൽ. ഒരുപാട് സന്തോഷമുണ്ട് സുമിത നമ്മുടെ ഭാഗമായതിൽ. സുമിതയുടെ ആ മനോഹരമായ ശബ്ദം ഇനി ഒരുപാട് മനസ്സുകളിലേക്ക് എത്തട്ടെ. ഒത്തിരി സന്തോഷം. ഞാൻ പെട്ടെന്ന് വന്ന 5 വരികളാണ്. ഇതിനപ്പം തന്നെ സുമിത ഇത് നമുക്കൊന്ന് ചെയ്യാമെന്ന് ചോദിച്ചപ്പം അതിനെന്താ മാം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ചെയ്തതാണ് ഞങ്ങളിത്. പക്ഷേ വളരെ മനോഹരമായിട്ട് ഞാൻ മനസ്സിൽ കണ്ടതിനേക്കാളിലും ഒക്കെ നല്ലതുപോലെ സുമിത പാടിയിട്ടുണ്ട്. ആ ശബ്ദം അത്രത്തോളം എൻ്റെ നമ്മൾ ഓരോ മനസ്സുകളിലേക്കും ചെല്ലട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് സുമിത. എനിക്ക് എന്താ പറയണ്ടേന്ന് പറഞ്ഞ പോലെ ഔപചാരികതയോ സംസാരിക്കലോ ഒന്നും അറിയത്തില്ല. പാട്ട് പാടാനേ അറിയാം എന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് 2 കാര്യങ്ങൾ പറയണം. കാരണം എന്താ പറയുന്നത്, നമ്മൾ ഇപ്പം രഞ്ജുമാൻ പറഞ്ഞു, ഒറ്റപ്പെടലിൽ നമുക്ക് തലോടലാവുന്ന ഒരു വാക്ക് മതി ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ. പിന്നെ ചില വ്യക്തിത്വങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ ഉള്ളിൽ ചിലപ്പോൾ നമ്മളിങ്ങനെയല്ല ജീവിക്കേണ്ട എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. ഏത് പ്രതിസന്ധിയിലും നമ്മൾ ഒരു വെളിച്ചമായി ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഈ പാട്ട് ഇത്രയും നല്ല വരികൾ എനിക്കിങ്ങനെ ഇതിപ്പോൾ ചിലപ്പോൾ ഈ സ്പീക്കറിൻ്റെ കുഴപ്പമാണ്, എനിക്കങ്ങനെ ഫീൽ ചെയ്ത നല്ല ഒരു പാട്ടാണ്. അത്രയും വലിയൊരു സൃഷ്ടി ഉണ്ടാകുവാൻ പുനർജനിയിലൂടെ എനിക്കും സാധിച്ചു. അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. എല്ലാവരും കേൾക്കണം. പുനർജനി എന്ന് പറയുന്നാൽ നമുക്ക് എല്ലാവർക്കും പുനർജനിക്കാനുള്ള ഒരു അവസരം ആണ്. എനിക്ക് ഒരുപാട് നന്ദി. എങ്ങനെയാണ് നന്ദി പറയണമെന്ന് അറിയത്തില്ല. പിന്നെ എനിക്ക് പാടാം. വേറൊരു കാര്യം പറയാനുള്ളത് റാഹേൽ മാമിനെ കുറിച്ചാണ്. ശരിക്കും നിയോഗമാണ് നമ്മൾ പലരെയും കണ്ടുമുട്ടുന്നത്. രഞ്ജു മാമിനെ ആയാലും നമ്മൾ ഈ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഓരോ വ്യക്തികളെയും നമ്മൾ എവിടെ വെച്ചെങ്കിലും കാണും. അങ്ങനെ ഒരു നിയോഗം പോലെയാണ്. ശരിക്കും ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ നിൽക്കണമെങ്കിൽ ഞാൻ ഒരുപാട് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതിന് എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണെന്ന്. ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പം ഞാൻ റാഹേലാണ് എന്ന് പറഞ്ഞു. ആരാ റാഹേൽ എനിക്കറിയില്ല. അപ്പം എൻ്റെ ചേച്ചി ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരു മാഡം ഉണ്ട്, ഭയങ്കര ആക്റ്റീവാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ അടുത്ത് സംസാരിച്ചു, സുമിത അല്ലേ പാട്ട് പാടുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പാടും. അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കണം, ഞാൻ ചേരും, ഫസ്റ്റ് സ്റ്റുഡൻ്റാണ് എന്ന് പറഞ്ഞു. ഓൺലൈൻ ക്ലാസ് എന്ന് തുടങ്ങും, ഏത് ദിവസം. എനിക്ക് തന്നെ ഒരു എങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ഞാൻ ക്ലാസ് എടുക്കാൻ. ഓൺലൈൻ ക്ലാസ് എങ്ങനെയാണ്, ഗൂഗിൾ മീറ്റ് എങ്ങനെ അത് വർക്കാവുന്നൊന്നും ഒരു പിടിയില്ലായിരുന്നു. പക്ഷേ മാം 2-3 പേരുമായിട്ട് അഡ്മിഷനാക്കി അങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മ്യൂസിക്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് റാഹേൽ മാമിനോടാണ്. പിന്നെ സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് എൻ്റെ അതേപോലെ ഒരുപാട് പേർക്ക് സന്തോഷമാവുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ തന്നെ ഈണം നൽകിയ വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഓണപ്പാട്ടുകൾ ആ സമയത്ത് 3 പാട്ട് ചെയ്തിരുന്നു. ഓർമ്മകളിൽ ഓണം എന്ന് പറഞ്ഞു. അതിൽ 2 പേരും ഞാൻ പാടാം. കാത്തിരുന്നു മിഴികളടഞ്ഞു പോയി, പെയ്തു തോരാ ഒഴുകിപ്പോയിൻ പൂക്കളും. കാത്തിരുന്നു
എൻ പൂക്കളും നമ്മുടെ അമ്മയെ സ്നേഹത്തോടും ആദരവോടും കൂടിയാണ് എല്ലാവരും കാണുന്നത് അല്ലേ? അമ്മയെന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സ്നേഹം വരും. ഇനി ഈ അമ്മ നമുക്ക് അമ്മിഞ്ഞപ്പാൽ തരാതിരുന്നാൽ, ഭക്ഷണം തരാതിരുന്നാൽ അത്രയും സ്നേഹം ഉണ്ടാവുമോ? ഉണ്ടാവും. ചിലരെങ്കിലും പറഞ്ഞിട്ടില്ലേ പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാകുന്നില്ല എന്ന്. അപ്പോൾ മാതൃത്വത്തിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ആഹാരം കൊടുക്കലാണ്, ഭക്ഷണം കൊടുക്കലാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ലോകത്തിന് ഭക്ഷണം കൊടുത്താൽ ലോകത്തിന്റെ മാതാവാകാനുള്ള ഒരു അവസരമാണ് അന്നദാനം. അതിനുള്ള ഒരു സുവർണ അവസരമാണ് നമുക്ക് പുനർജനി ഒരുക്കി തരുന്നത്. അടുത്തതായിട്ട് പുനർജനിയുടെ ഒരു അന്നം അമൃതം എന്ന പരിപാടിയുടെ ലോഞ്ചിങ് ആണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദരവോടുകൂടി റാഹിൽ മാമിനെ ക്ഷണിക്കുന്നു. അന്നം അമൃതം, എ ഹെൽപ്പിംഗ് ഹാൻഡ് ഫ്രം ദ ഹൗസ് ഓഫ് പുനർജനി. നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജുമ്മ. ഈ അന്നം അമൃതം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ശരിക്കും നമ്മൾ പറയാല്ലേ, ഈ വിശന്നവന് മാത്രമാണ് വിശപ്പിന്റെ വില അറിയാവുന്നതെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിനും എത്രയോ പേര് വിശക്കുന്നവരുണ്ട്. ആ വിശക്കുന്നവരുടെ വേദന നമുക്കറിയാൻ കഴിയുമെങ്കിൽ നമ്മൾ എത്രയോ ഭക്ഷണം, എത്രയോ രൂപ വെറുതെ കളയുന്നുണ്ട്. അതിൻ്റെ ഒരു അംശമെങ്കിലും, നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു അംശമെങ്കിലും അർഹതയുള്ളവന് എത്തിച്ചേരണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു അന്നം അമൃതം എന്നൊരു പദ്ധതി മനസ്സിലേക്ക് വന്നത്. പക്ഷെ അത് മനസ്സിലേക്ക് വന്നപ്പം എൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞൊരു മുഖം നീലാഞ്ജന മോളുടെയാണ്. നമുക്കറിയാം നമ്മളുടെ പ്രിയപ്പെട്ട മെന്റർ ബീന. ശരിക്കും ഈ ഒരു നിമിഷം ബീനയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ പുനർജനിയിലെ ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും കൃതജ്ഞതയ്ക്ക് തന്നെയാണ്. ഇതിൻ്റെ ഒരു തോട്ട് എനിക്ക് തന്നത് ബീനയാണ്. അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രോഗ്രാം തുടങ്ങണമെന്നും എന്നോട് പറഞ്ഞത് ബീനയാണ്. പക്ഷെ ദൈവത്തിൻ്റെ ചില നിയോഗങ്ങളുണ്ട്, ദൈവത്തിൻ്റെ ചില തീരുമാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നീലാഞ്ജന മോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോയത്. ഈ ഒരു പദ്ധതി എൻ്റെ മനസ്സിൽ വന്നപ്പം നീലാഞ്ജനയുടെ മുഖമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. വിശക്കുന്ന ഓരോ മനുഷ്യന്റെയും വയറു നിറയുമ്പോൾ ആ മനസ്സിൽ നിന്നുതിരുന്ന ആ ഒരു ആശ്വാസം ആ മോളുടെ ആത്മാവിന് കൂടുതൽ പുണ്യം നൽകണം എന്നൊരു ചിന്തയാണ് വന്നത്. അങ്ങനെ നീലാഞ്ജന മോളുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മുടെ പുനർജനിയുടെ ഈ അന്നം അമൃതം എന്ന ഈ ഒരു പദ്ധതി നമ്മൾ സമർപ്പിക്കുന്നത്. ഞാനത് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ, ഞാനത് പറഞ്ഞില്ല ആരോടും. ഇവിടെ എൻ്റെ കുറച്ച് അഡ്മിൻസ് ഉണ്ട്, അവരോട് പറയാമെന്ന് കരുതിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ആ ബ്രോഷർ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ആദ്യമായി പൈസ അയച്ചത് ബീനയാണ്. ശരിക്കും എൻ്റെ മനസ്സിലുള്ളത് ഞാൻ വെളിയിൽ പറഞ്ഞില്ല. പക്ഷെ ബീന ആദ്യമായിട്ട് അയച്ചു എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഇത് മാം, ഇത് ആദ്യത്തേതായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം നീലാഞ്ജന മോളുടെ ഓർമ്മയ്ക്കായിട്ട് ബീനയ്ക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ചെക്ക് 6000 രൂപയുണ്ട്. അത് ബീന ആദ്യം നമുക്കായിട്ട് തന്നതാണ്. അത് അന്നം അമൃതം എന്ന പദ്ധതി ശരിക്കും ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. എന്ത് ചെയ്യുമ്പോഴും അത് പ്രപഞ്ച ശക്തിക്ക് സമർപ്പിക്കുകയാണ്. അത് ആവശ്യകതയുള്ളവന്റെ അടുത്തേക്ക് ഞങ്ങളുടെ കൈകളിലൂടെ എത്തണമേ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഈ ഒരു പദ്ധതി തുടങ്ങുന്നത്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവണം, അനുഗ്രഹങ്ങൾ ഉണ്ടാവണം. അത് ഒന്നിനും വേണ്ടിയല്ല, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റിനുമുള്ള സഹജീവികൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയണ്ടേ? അതിനുവേണ്ടി മാത്രമാണ് ആ ഒരു പദ്ധതി നമ്മൾ പുനർജനി ചെയ്യുന്നത്. സോ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. റാഹേൽ മാമിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വെൽക്കം മാം. കൂടി ഒരു നിമിഷം എല്ലാവരും ഒന്ന്, ഞാൻ പറയാതെ തന്നെ നിങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഒരു നിമിഷത്തെ പ്രാർത്ഥന. കാരണം അമ്മയാണ് നമ്മൾക്ക് ജീവിതത്തിലെ നമ്മളെ തുടക്കത്തിൽ വരുന്ന ആ ആദ്യാക്ഷരം അമ്മ. 2 അന്നം, അതും ആ തന്നെ. അപ്പം നമ്മളാൽ കഴിയുന്ന ഒരു കൈത്താങ്ങ്, അത് പൈസയാവണം എന്നില്ല, സഹായമാവാം, പൈസയാവാം, നമ്മൾക്ക് ക്രിയേറ്റിവിറ്റിയാണ് ഉള്ളതെങ്കിൽ അതാവാം. ഇവിടെ രഞ്ജു മാമിൻ്റെ മകനെ ഞാൻ ഒരു മിനിറ്റ് ഓർക്കുന്നുണ്ടോ? ഒരു പ്രോഗ്രാമിന് നമുക്ക് PPTക്ക്
അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ആ കൊച്ചു മകന് പറ്റുന്ന സഹായമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രായത്തിൽ അത് ചെയ്യാന്ന് പറയുന്നത് അത് ഇന്നിപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്നതിനേക്കാളും വലിയ പുണ്യമാണ്. പ്രത്യേക അഭിനന്ദനമാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഒത്തൊരുമിച്ചാൽ അല്ലേ, ഒത്തുപിടിച്ചാൽ മലയും പോരും, ഒത്തില്ലെങ്കിൽ മലർന്നു വീഴും, ഒത്താലത് ഒത്തതു തന്നെ, ഒക്കാതെന്തുണ്ട്. അപ്പം നമുക്ക് ഒത്തൊരുമിച്ച് കൂട്ടുപിടിച്ച് സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും എല്ലാവരും പറഞ്ഞ ക്ലീഷേ ഡയലോഗല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സാക്ഷിക്ക് മുന്നിൽ ഇത് ഒരു തുടക്കമായിട്ട് നമ്മളാൽ കഴിയുന്ന ദൈവം നിയോഗിക്കപ്പെട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്. ഇന്നിവിടെ മാമിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മാമിൻ്റെ മുഖത്ത് തന്നെ അത് അറിയുന്നുണ്ട്, ഒരു മാലാഖയുടെ അല്ലേ. പിന്നെ സത്യം ഞാൻ ഇന്നലെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. ചിലവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും, ചിലവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ളൊരു കഴിവുണ്ടാവും, ചിലവർക്ക് അത് സെർവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ കുറേ നേരമായി ഒരാളെ നോട്ട് ചെയ്യുന്നത് തൃപ്തിപ്പെട്ടിട്ട് ബാക്കിയുള്ള അങ്ങനെ ഓരോരുത്തരും കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ ഈ പ്രത്യേക അന്നം അമൃതത്തിൻ്റെ ഔപചാരികത ഇല്ലാത്ത ഉദ്ഘാടന കർമ്മം അല്ലേ, അതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സ് കൊണ്ട് ഞാൻ ആ കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന പറ്റുന്ന എങ്ങനെയൊക്കെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് നമുക്ക് രഞ്ജുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ നമുക്കത് ചെയ്യാം. ഞാൻ എന്തായാലും ഈ കർമ്മം ദൈവത്തിൻ്റെ മുൻപിൽ വെച്ച് എല്ലാ ലോകത്തുള്ള അമ്മമാരുടെ മുൻപിൽ വെച്ച് അവർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. അന്നത്താൽ നിർമ്മിതമായ ശരീരം. അപ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാമല്ലോ നമ്മുടെ ശരീരം. അന്നം കൊടുത്തില്ലെങ്കിൽ ആ ശരീരം നശിച്ചു പോകും, ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു. അപ്പോൾ ഒരു ജീവൻ രക്ഷാ ഉപാധിക്കാണ് നമ്മളിന്ന് തുടക്കമിട്ടത്. അതുകൊണ്ട് എല്ലാവരും തന്നെ നമ്മളെല്ലാവരും സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ഭക്തിയോടെ, ആദരവോടെ ഈ ഒരു പദ്ധതി നമുക്ക് ഏറ്റുപിടിക്കണം. നമുക്ക് പ്രപഞ്ചശക്തി എല്ലാ അനുഗ്രഹങ്ങളും ഇതിൽ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ശരിക്കും ഒരുപാട് സന്തോഷം. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ, തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരുപാട് പേര് നമ്മൾക്ക് സഹായമായിട്ട് വന്നു കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്ക് 60-ൽ കൂടുതൽ ആൾക്കാർ ആ പ്രോജക്റ്റിലേക്ക് എത്തി. അത് മാത്രമല്ല നമ്മുടെ ഇവിടെ ലീനയുടെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് അത് കിട്ടുകയാണെങ്കിൽ 5000 രൂപ എന്ന് പറഞ്ഞിട്ട് ലീന ഓൾറെഡി അതെനിക്ക് തന്നു കഴിഞ്ഞു. പിന്നെ ഖത്തറിൽ നിന്ന് നമ്മുടെ സരളാമ, അങ്ങനെ ഒരുപാട് പേര്, പിന്നെ വേറെ ഒരു 2-3 പേരും കൂടി എനിക്ക് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം തുടങ്ങിയില്ല ഞങ്ങൾ, അതിന് മുൻപ് തന്നെയും അത്രയും നല്ല മനസ്സോടുകൂടിയാണ് ഓരോരുത്തരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. എന്നും ഈ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ടാവണം, അതാണ് എൻ്റെ ബലം. വേറെ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കഴിവുകളോ ഒന്നുമില്ല. നിങ്ങളുടെ സ്നേഹവും നിങ്ങൾ തരുന്ന സപ്പോർട്ടും, രാവിലെ കേൾക്കുന്ന ശബ്ദത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് രാവിലെ എന്ത് പറ്റും മാം, പനിയാണോ എന്ന് പറഞ്ഞ് ചോദിച്ച് മരുന്ന് പറയുന്ന ഒരുപാട് പേര്, നിങ്ങളൊക്കെയാണ് എൻ്റെ ബലവും സപ്പോർട്ടും. ഒത്തിരി സന്തോഷം. താങ്ക് യു നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലിനും. താങ്ക് യു ഓൾ.
മനസ്സിലായിട്ടുണ്ടാവുക. അതായത് നമ്മളുടെ പേരെഴുതി ഇട്ടു, എല്ലാം കൂടി മിക്സ് ചെയ്തു. അതിൽ നിന്ന് നമ്മുടെ പേര് തപ്പിയെടുക്കാൻ പ്രയാസമായിരുന്നു അല്ലെ? എന്നാൽ കൺമുൻപിൽ കാണുന്ന പേരെടുത്ത് അവർക്ക് കൊടുക്കുമ്പോഴോ ഈസി ആയിട്ട് കഴിഞ്ഞില്ലേ? എന്താ മനസ്സിലായത്? എന്റെ കാര്യം മാത്രം നോക്കി പോകുന്നതാണ് ജീവിതത്തിലെ സങ്കീർണതകളുടെ അടിസ്ഥാനം. നമ്മളുടെ ചുറ്റിനും നമ്മുടെ കൺമുൻപിൽ ആരെയാണോ ഉള്ളത് അവരെ ഒന്ന് സഹായിക്കുക. അവർക്ക് വേണ്ടി ഒന്ന് ചെയ്തേ. നമുക്ക് സഹായിക്കാൻ ആരും വരും, വേറൊരാൾ വരും. ഓക്കെ, നമുക്ക് താങ്ക് യു കേട്ടോ. ശരിക്കും ആ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണിത്. എത്ര പറഞ്ഞാലും നന്ദി, എത്ര പറഞ്ഞാലും മതി വരാത്ത കുറേ നല്ല മുഖങ്ങൾ. കാര്യം ആദ്യമായിട്ടൊന്നും കാണുന്നതല്ല, ഇവരെയൊക്കെ ഒരുപാട് പരിചയമുള്ള കാര്യം. നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഇവരെയൊന്നും ആദ്യമായിട്ട് കാണുന്നൊരു ഫീലിംഗ് ഒന്നും തോന്നിയിട്ടില്ല. അതിന് കാരണം സൂമിലൂടെയും വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെയൊക്കെ പരിചയമുള്ള കുറേ മുഖങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. എങ്കിലും ഇതിനൊരു അവസരം തന്ന രഞ്ജു മാമിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ അഡ്മിൻസ്, പിന്നെ ഡോക്ടർ നിഷ, ഡോക്ടർ ദീപ്തി, സബീസ്, ജിനു, അഞ്ജു, ദീപ്തി ചേച്ചി, ഇങ്ങനെ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്, എന്നെ പരിചയപ്പെടുത്തുക. അപ്പോൾ അതിലൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ന്യൂ ഇയർ ഫ്രണ്ടിനെ ഇവിടെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ന്യൂ ഇയർ ഫ്രണ്ട് ഞാൻ ഇവിടെ വിളിക്കുന്ന ഞാനൊക്കെ എടുക്കുന്ന ആൾ ആരാണോ അവരുടെ പേര് പറയും, അവർ മുമ്പോട്ട് വരിക, സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുക. ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് മിനി ബിജു. എൻ്റെ നേറ്റീവ് പ്ലേസ് കൊല്ലം ജില്ല. കല്യാണം കഴിച്ചുകൊണ്ട് പോയിരിക്കുന്നത് പത്തനംതിട്ട. ഹസ്ബൻഡ് മിലിറ്ററിയിലായിരുന്നു, ഇപ്പം റിട്ടയറായി വീട്ടിലുണ്ട്. 2 മക്കൾ, ഒരു മോള് ഒരു മോന്. മോൻ ഡിഗ്രിക്ക് പഠിക്കുന്നു, മോള് +1 പഠിക്കുന്നു. ഞാൻ സെൻറ്റ് ജോൺ സ്കൂളിലെ ടീച്ചറാണ്. ഇനി എൻ്റെ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുകയാണ്. ഋഷിത. ഞാൻ കാലിക്കറ്റിലാണ്, ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പിന്നെ 2 മക്കള്, പിന്നെ മോള് ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നു, ചെറിയ ആള് 8th. പിന്നെ ഞാനിപ്പോൾ കൊണ്ടുവന്നത് പെങ്ങളെ കുട്ടീനായിട്ടാണ് വന്നത്. മക്കൾക്കൊക്കെ നാളെ എക്സാം ആയതുകൊണ്ട് അവരാരും വന്നില്ല. ഇന്നലെ വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് ബിസിനസ്സാണ്. ശരി, ഓക്കെ, താങ്ക് യു. എനിക്ക് തോന്നുന്നു നമ്മുടെ കോഴ്സിന് ഒരു ഇതാണോ എന്നറിയാം. ഞാൻ ഈ ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്തപ്പം എന്റെ മനസ്സിൽ ആശ ചേച്ചി ഉണ്ടായിരുന്നു. അത് ഗിഫ്റ്റിന്റെ പ്രത്യേകത ആവണം. ആദ്യമൊക്കെ ഞാൻ ചേച്ചി എനിക്ക് സമയം കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ആദ്യമൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറി. പക്ഷേ ഇതിനകത്തേക്ക് കേട്ട് എല്ലാവരും കാണുമ്പോഴേ അറിയാം. നമ്മൾ ഫോട്ടോ കാണുന്നുണ്ട്, നിരന്തരം കാണുന്നുണ്ട്, എന്നാൽ കൂടി കാണുമ്പോഴയ്യോ ഇന്നാളല്ലേ എന്ന് പറയാൻ പറ്റി. ഇപ്പൊ പറഞ്ഞു ഞങ്ങൾ എവിടെ ശരിക്കും കണ്ടൊരു മുഖപരിചയം. ജ്യോതി മോളെന്നാണ് മുഴുവൻ. +2 ടീച്ചറാണ്, വിഷയം മലയാളം. ഈ പ്രദേശം തന്നെയാണ് എൻ്റെ വീട്, ഇടവനക്കാട് എന്ന് പറയും. ഹസ്ബൻഡ് ദീപ്തി ചന്ദ്രൻ. കുറേ ദീപ്തിമാരുണ്ട് ഇവിടെ, അപ്പൊ അതുകൊണ്ടാണ് ഇംഗ്ലീഷിലൊക്കെ ചേർത്ത് പറയണത്. ഞാൻ ആയുർവേദ ഡോക്ടറാണ്. സ്വന്തം വീട് ഇവിടെ അടുത്താണ്, അയ്യപ്പങ്കാവ് എന്ന് പറയും. 3 കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന്. സബിത. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ പഴുവിൽ എന്ന സ്ഥലത്തിന്. എനിക്ക് 2 മക്കള്, ഒരു മോൻ 8th പഠിക്കുന്നു, പിന്നെ ഒരു മോള് 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പിന്നെ ഹസ്ബൻഡ് പുറത്താണ്, ഇപ്പോൾ നാട്ടിലുണ്ട്, ലീവിന് വന്നിട്ട്. അപ്പം ഇതിന് എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ ഇങ്ങനൊരു കൂട്ടായ്മ വെച്ചതിന്, പിന്നെ എന്നെ കൂടെ കൂട്ടിയതിന് ഞാൻ എൻ്റെ രഞ്ജു മാമിനോട് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമൊന്നും പറഞ്ഞില്ല, അവൾ
അല്ല നമ്മുടെ സഹയാത്രിക ഗ്രൂപ്പിൽ ഇങ്ങനെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പഴവിൽ നിന്ന് കേട്ടപ്പോഴാണ് ഞാൻ ആദ്യം സബിതേനെ എവിടെയാണ് സബിത പഴവിൽ, കാരണം എൻ്റെ നാട് പഴവിലാണ്. എനിക്ക് സബിയോട് ശരിക്കും സബി എല്ലാവർക്കും അറിയില്ലേ എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ഒത്തിരി നന്ദി പറയാനുണ്ട്. എന്ന് വെച്ചാൽ പലരും ചോദിക്കുന്നുണ്ട് സബി എന്നോട് പറഞ്ഞു സബീനെ എന്താ രഞ്ജു മാമിന് ഇഷ്ടം. അപ്പം സബി പറഞ്ഞു ഞാൻ രഞ്ജു മാം പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും നീ സബി പറയാ. പക്ഷെ ശരിക്കും അതൊന്നുമല്ല. ശരിക്കും നമ്മൾ പറയാതെ എല്ലാം ചെയ്യും. എന്ന് വെച്ചാൽ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അതുകൊണ്ട് തന്നെയാണ് സബി എൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ളത്. ദേഷ്യം വന്നാൽ സബിയോട് കാണിക്കാം, ഒന്നും പറയില്ല, അയ്യോ എന്ന് പറഞ്ഞിട്ട് വരും. പക്ഷെ എല്ലാവരോടും കാണിക്കാൻ പറ്റില്ലല്ലോ. ഒത്തിരി ഒത്തിരി നന്ദി പറയാണ് സബിക്ക് ആ ഒരു അവസരത്തിൽ. ഡോക്ടർ ദീപ്തി, ചേർന്നത്. പിന്നെ പുനർജനിയിൽ വന്ന ശേഷം എനിക്ക് ഓരോ ദിവസം എൻ്റെ 2 മക്കള്, മോൻ 9th മോൾ 5th. പിന്നെന്താ രഞ്ജു മാമിനോട് ഒരുപാട് നന്ദി, കൂട്ടിയത് ഒരുപാട് നല്ല സുഹൃത്തുക്കള്, പിന്നെ എൻ്റെ സീനിയേഴ്സ് കുറേ പേര്, അവരോട് ഇപ്പോഴും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, കാരണം കുറേ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. താങ്ക് യു. ചെയ്തിരുന്നത് അങ്ങനെ ആണ്. എൻ്റെ പ്രൊഫഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ ഞാൻ ഒരിക്കലും RJ എന്ന് ഞാൻ പറയാറില്ല. പൊതുവെ ഞാനൊരു റേഡിയോ ജേർണലിസ്റ്റ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. വെറുതെ ആളുകളോട് തമാശ പറഞ്ഞ് വെറുതെ സമയം കളയാൻ ഇഷ്ടപ്പെടാത്തൊരു കൂട്ടത്തിലുള്ള വ്യക്തിയാണ്. ആളുകൾക്ക് റേഡിയോയിലൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാർമുന്തൽ ചീകി മിനുക്കി ഒരു കുങ്കുമപ്പൊട്ടങ്ങ് തൊട്ട് അത്തിപ്പഴം തൊട്ട ചുണ്ടത്തൊരുത്തിരി തേൻ മധുരൂറുന്ന കള്ളച്ചിരിയുമായി അന്ന നടയും നടന്നു വരുന്നേ പഞ്ചവർണ്ണ കിളിപ്പെണ്ണ്, ഒരു പഞ്ചവർണ്ണ കിളിപ്പെണ്ണ്. അന്ന നടയും നടന്നു വരുന്നേ പഞ്ചവർണ്ണ കിളിപ്പെണ്ണ്, ഒരു പഞ്ചവർണ്ണ കിളിപ്പെണ്ണ്. പട്ടിന്റെ ചേലയുടുത്ത് നല്ല കൺമഷിക്കരി വളയിട്ട്, പട്ടിന്റെ ചേലയുടുത്ത് നല്ല കൺമഷിക്കരി വളയിട്ട്, എണ്ണ മണമൂറും കാർകൂന്തൽ തുമ്പത്തൊരിത്തിരി മുല്ലയും ചൂടി അന്ന നടയും നടന്നു വരുന്നേ പഞ്ചവർണ്ണ കിളിപ്പെണ്ണ്, ഒരു പഞ്ചവർണ്ണ കിളിപ്പെണ്ണ്. താങ്ക് യു. രഞ്ജു മനോജ് എന്നാണ്. പിന്നെ പേഴ്സണലി പറയാൻ എൻ്റെ ഹസ്ബൻഡിന്റെ പേര് മനോജ് കുമാർ, സൗദിയിലാണ്, ബിസിനസ്സാണ്. ഇപ്പം ദുബായിലും ബഹ്റിനിലും കൂടിയുണ്ട് ഇപ്പം. പിന്നെ 2 മക്കളാണ്, ഗൗരിനന്ദൻ, ദേവനന്ദൻ. ഗൗരിനന്ദൻ 8th ദേവനന്ദൻ 3th. പിന്നെ എൻ്റെ ഒരു മൂത്ത മോളാണ് കൃഷ്ണേന്ദു, ചേച്ചിയുടെ മോളാണ്, പക്ഷെ അവൾ എൻ്റെ മാനസപുത്രിയാണ്. പിന്നെന്താ പറയുന്നത്, പിന്നെ എല്ലാവരും ഒത്തിരി സന്തോഷമാണ് കേട്ടോ. എനിക്ക് ജോലി സൈക്കോളജിസ്റ്റ് ആണ്. പിന്നെ എൻ്റെ കൂടെ കുറേ പേരുണ്ട്. ചിലരെ അടിച്ചും ചിലരെ പിച്ചിയും ചിലരെ നല്ല വഴക്ക് പറഞ്ഞും ചിലരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചും ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുകയാണ്. ഉണ്ണിമായ സന്ദീപ്, ഈ ഉണ്ണിമായനെ
ചിക്കനോട് പരിചയപ്പെട്ട ആളാണ്. സന്തോഷം. ആദ്യമായിട്ടാണ്. ഹായ്, ഞാൻ ഉണ്ണിമായ. കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. പക്ഷെ നമ്മുടെ സമയക്കുറവ് മൂലം അതെല്ലാം ഞങ്ങളൊന്ന് വെട്ടിച്ചുരുക്കി, പിന്നെ എന്താ പറയുക, സമയം ഒത്തിരി ലാഗായി പോകണ്ടെന്ന് വെച്ചിട്ടാണ്. നമ്മുടെ ഈ ആദ്യത്തെ ഒരു ഗെറ്റ് ടുഗദർ ആണല്ലേ, അപ്പോൾ എന്നും നമുക്ക് ഇതൊരു മെമ്മറബിൾ ആയിട്ടിരിക്കണം. അപ്പോൾ ഏതൊരു ഗെറ്റ് ടുഗദർ ആണെങ്കിലും എന്താണെങ്കിലും മെമ്മറബിൾ ആക്കണമെങ്കിൽ എന്താ വേണ്ടത്? കുറച്ച് സർപ്രൈസുകൾ വേണം. എന്നാലേ നമുക്കത് എന്നും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു നല്ല മൊമെന്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ചെറിയ സർപ്രൈസ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഉണ്ണിമായ മുരളി പറയും. ഹലോ എവരിവൺ. അതെ, ഒരുപാട് പ്ലാൻ ചെയ്ത പോലെ ഒന്നും ഇപ്പൊ ചെയ്യണില്ല. എന്നാലും പെട്ടെന്ന് തന്നെ പറയാം. ഈ സമന്വയം സ്നേഹ സംഗമം എന്നീ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഈ പരിപാടിയിലേക്ക് നമ്മളെല്ലാവരെയും ഇവിടെ എത്തിച്ച നമ്മുടെ രഞ്ജു മാമിനെ അങ്ങനെ വെറുതെ വിടാൻ മാമിന് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. പെട്ടെന്ന് സമയമില്ല. നിശ്ചയിച്ചാണ് എല്ലാവരോടും വന്നേ. ഇങ്ങോട്ട് നോക്കിയാ മേഡം കുഴപ്പമില്ലല്ലോ. ലൈറ്റ് ഇറക്കല്ലേ? മാറല്ലേ. ഓക്കെ. കാറിലാണോ?